ഹായ്, ഐ എം ദിയ ആൻഡ് വെൽക്കം ടു വിംസി ഡൂഡിൽസ്. എൻ്റെ ഇൻട്രോ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് എടുത്തു, കുറച്ച് എഴുതി വെച്ചു, അതെല്ലാം ഞാൻ ചെയ്തു നോക്കി. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം കാണാപ്പടം പേടിച്ച് മറ്റേ കുഞ്ഞിലെ എക്സാമിന് പോകത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ കരുതി ഈ വീഡിയോ ഓണാക്കുമ്പോൾ എന്താണ് എനിക്ക് പറയാൻ വരുന്നത് അങ്ങനെ അങ്ങ് പറയാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐ എം ദിയ ആൻഡ് യു ആർ വാച്ചിങ് വിംസി ഡൂഡിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഫോർമുലായി പോലെ വേറൊന്നുമല്ല, ഇറ്റ്സ് മെയ് 31st, നാളെ ജൂൺ 1st. ഇന്ന് ഇറ്റ്സ് ടൈം ഫോർ ലാസ്റ്റ് മിനിറ്റ് ബാക്ക് ടു സ്കൂൾ പ്ലാൻ. അപ്പോൾ ഇൻ ദിസ് വീഡിയോ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണും ആൻഡ് 5 ക്വിക്ക് DIYs ഇൻ ബിറ്റ്വീൻ. പിന്നെ ദിസ് ഇസ് മൈ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ, അതുകൊണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ നോക്കുക. ആദ്യം നമുക്ക് എല്ലാവർക്കും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കിറ്റ് തയ്യാറാക്കാം. ആദ്യം തന്നെ പാഡൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബാൻഡേജും ലിപ് ബാമും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഹെയർ ഇലാസ്റ്റിക്കും സ്ലൈഡും സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടവലും മസ്റ്റാണ്. ഇതിപ്പോൾ എങ്ങനെ ഇത്രയും നീറ്റായിട്ട് ടിഷ്യൂ പേപ്പർ പോലെ വരുന്നതല്ലേ. അപ്പോൾ ഈ ഒരു ഓർഗനൈസിങ് ഹാക്ക് നോക്കിയാലോ. ആദ്യം ഒരു ടവല് വെക്കുക, അതിന്റെ ഹാഫ് വേയില് വേറെ ടവല് വെക്കുക. ഇതിങ്ങനെ റോൾ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും ടവല് വെച്ച് റോൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസിങ് ഹാക്കായി. ലാസ്റ്റ് ഒരു ഹെയർ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കാര്യം, ഇതുപോലത്തെ ഒരു കുട്ടി പേഴ്സിൽ കുറച്ച് പൈസ വെച്ചേക്കാൻ നോക്കുക. ഇനി നമുക്കിതെല്ലാം ബാഗിൽ വെക്കാം. ഇതിപ്പോൾ നോക്കിയപ്പോഴാണല്ലോ ശ്രദ്ധിച്ച ബാഗ് ഭയങ്കര പ്ലെയിൻ ആണ്, ബോറിംഗ് ആയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ സൊല്യൂഷൻ ഉണ്ടല്ലോ. പഴയ ഡയറിയിലൊക്കെ ഇതുപോലത്തെ ചാംസ് ഉണ്ടെങ്കിൽ നമുക്കത് റീപർപ്പസ് ചെയ്തെടുക്കാം. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതുപോലത്തെ കീച്ചേൻ്റെ റിങ്ങില്ലേ, അതിൽ നിങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു പിൻ എടുത്തിട്ട് അതിൽ ഹാങ് ചെയ്താലും മതി. അപ്പോൾ ഒരേ സമയം ഇതൊരു കീച്ചനായിട്ട് മാറ്റാൻ പറ്റും, ഒരു ബാക്ക് ചാമായിട്ട് മാറ്റാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പോംപോം ബോൾസ് ഉണ്ടെങ്കിൽ അതെടുത്തോ. നമുക്കൊരു ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള, സിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ 1 മിനിറ്റിനകത്തേ എടുക്കത്തുള്ളൂ ഒരു കീച്ചൻ ഉണ്ടാക്കാം. ഒരു 2 സ്റ്റെപ്പേ ഉള്ളൂ. ഫസ്റ്റ് പോംപോം ബോൾസ് എല്ലാം ഗ്ലൂ തേച്ച് ഒട്ടിക്കുക, അതിനുശേഷം കീച്ചേൻ്റെ ഹോൾഡർ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. അങ്ങനെ ചടപടേ നമ്മുടെ ബാഗിന്റെ ഒരു കുട്ടി മേക്ക് ഓവർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്സിലോട്ട് കിടക്കാം. ബുക്സിന്റെ കാര്യം വരുമ്പോൾ ഫസ്റ്റ് ഡേ ആണ്, ടൈം ടേബിൾ ഒന്നുമില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ള ബുക്സ് എടുക്കുക. പിന്നെ ബുക്സ് ടെക്സ്റ്റ് ആയാലും നോട്ട്സ് ആയാലും നല്ലോണം റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോവുക. കുഞ്ഞു ക്ലാസ് തൊട്ട് ഇപ്പോൾ +2 കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് ചെയ്യാറുണ്ട്. പക്ഷെ ചിലവരുടെയൊക്കെ ഒരു ധാരണയുണ്ട് ഇത് പൊതിഞ്ഞു വെക്കുന്ന എന്തോ ഒരു കുറച്ചിൽ പോലെ. നിങ്ങൾക്ക് അതുകൊണ്ട് ബുക്ക് പൊതിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നീറ്റായിട്ടൊക്കെ ബുക്ക് വെക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചെയ്യുക. ആരും പറയുന്ന കേട്ടിട്ട് ചെയ്യാതിരിക്കണ്ട. പിന്നെ റഫ് നോട്ട് ബുക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ക്ലാസ്സിലാണെങ്കിലും റഫ് നോട്ട് ബുക്ക് കൊണ്ടുപോകുക. അത് മാത്രം കൊണ്ടുപോകാനല്ല കേട്ടോ, ബാക്കി നോട്ട്സും എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പൗച്ച് ഓർഗനൈസ് ചെയ്യാം. പൗച്ചൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ പെട്ടി ഇട്ടൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് DIY ചെയ്യാൻ വല്ലതും എടുക്കാം. പിന്നെ പൗച്ചിൽ വെക്കുന്ന സാധനങ്ങൾ കുറച്ചിൽ കാരണം ആരും എടുക്കാതിരിക്കരുത്. പിന്നെ ടീച്ചേഴ്സിന് മുമ്പ് വെച്ചിട്ടൊക്കെ ആ കുട്ടിയുടെ നിന്ന് വാങ്ങിച്ചോട്ടെ, ഈ കുട്ടിയുടെ നിന്ന് വാങ്ങിച്ചോട്ടെ സ്ഥിരം പറയണ കേൾക്കുമ്പോൾ എന്തായാലും ഒരു നാണക്കേടാണ്. പിന്നെ ഞാൻ ബുക്ക് മാർക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നോട്ട് പാഡ് എവിടെ, അത് വാങ്ങാൻ വിട്ടുപോയെങ്കിൽ പെട്ടെന്നൊരു പേപ്പർ എടുത്തോണ്ട് നമുക്കൊരെണ്ണം ഉണ്ടാക്കാം. ഞാൻ അത്യാവശ്യം വലിയൊരു A3 പേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ പേജസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം പിന്നെ ഹാഫായിട്ട് മടക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിന്റെ എല്ലാത്തിന്റെ നടുക്കുള്ള ലൈനിൽ കൂടെ കുറച്ച് പശ തേച്ചിട്ട് ഇതെല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് ഡെക്കറേഷൻ. ഞാനിവിടെ പിങ്ക് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്, കുഞ്ഞു ഹാർട്ട്സും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും. അപ്പൊ നമ്മുടെ പൗച്ചിൽ വെക്കാനുള്ള എല്ലാ സാധനങ്ങളായിട്ടുണ്ട്. ഇതിന് നേരെ ബാഗിലോട്ട് പോട്ടെ. ഒരു പേനയും പൈപ്പ് ക്ലീനറും ക്ലിപ്പും എടുത്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരു DIY ഫ്ലവർ ക്ലിപ്പ് ഉണ്ടാക്കാം. ഇതിൽ കാണിച്ച പോലെ ഒരു കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക. തുമ്പൊന്നും കട്ട് ചെയ്ത് കളയണ്ട, നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. ഇതുപോലത്തെ ഒരു ടിക് ടാക് ക്ലിപ്പ് എടുക്കുക, അതിൽ കൂടി ഇതിങ്ങനെ ചുറ്റി അകത്തോട്ട് ടക്ക് ചെയ്ത് കൊടുത്താൽ അത് അനങ്ങാതെ ഇരുന്നോളും. പിന്നെ ഉണ്ടെങ്കിൽ ഒരു പേളിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഒരു DIY സിമ്പിൾ ഫ്ലവർ ക്ലിപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനും ബെസ്റ്റ് ഫ്രണ്ടിനും ഒക്കെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുപോകും. എന്തായാലും 2 മാസം കഴിഞ്ഞ് കാണുകയല്ലേ. പിന്നെ ഗിഫ്റ്റ് വാങ്ങാൻ വിട്ടുപോയവർ ഇതുപോലത്തെ കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് 5-6 മിനിറ്റ് എടുക്കത്തുള്ളൂ ഉണ്ടാക്കാൻ. വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്, പോയി കണ്ടുനോക്കുക. പിന്നെ കുറച്ച് സെൽഫ് കെയറിനായിട്ട് ഹെയറും നെയിൽസൊക്കെ നല്ലോണം നീറ്റാക്കി വെക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സ്കൂളിൽ പോകാൻ എത്ര എക്സൈറ്റഡ് ആണ് നിങ്ങൾ കമൻസിൽ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.